السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين هدى الله فبهداه مقتدي. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷറർ PP ഉമർ മുസ്ലിയാർ, സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് കോയ ജമീലി തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF-ൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ബംബ്ര അബ്ദുൽ ഖാദിർ ഖാസിമി അവർ, സമസ്ത മാനേജർ മോയിൻകുട്ടി മാസ്റ്റർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടായ മത, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ സദസ്സിലിവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള മോമിനിയങ്ങൾ, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ്. നമ്മളെപ്പോലുള്ളവരുടെ ഉഖ്റവിയായ നേട്ടത്തിന് വേണ്ടി നമ്മളെ വിശ്വാസം അത് ശരിയായ വിശ്വാസമാണ്. സഹാബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ പറയാറുണ്ടായിരുന്നു, കുന്നാ നുഫദ്ദിലു ബഅ്ദനാ അലാ ബഅ്ദ്. വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലരെ മറ്റു ചിലരേക്കാൾ അവർക്ക് പുണ്യമുണ്ട്, അവർ വളരെ ശ്രേഷ്ഠവന്മാരാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഫനുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്ക് ഫദ്ലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഉമർ അലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാനിനേക്കാൾ ഫദ്ലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഈ ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബത്തിനുണ്ടായിരുന്നൊരു വിശ്വാസം. പിന്നീട് ഷിയാക്കൾ വന്നു, മുഅ്തസിലത്ത് വന്നു, ഖദരിയക്കൾ വന്നു. ഷിയാക്കൾക്കെതിരിൽ, ഖദരിയത്തിൻ്റെ എതിരിലൊക്കെ മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു തന്നെ അന്ന് വാദപ്രതിവാദം നടത്തി. താബീങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ അവരോട് എതിർത്തു, അവരെ എതിരിൽ പ്രസംഗിച്ചു, കിതാബുകൾ എഴുതി, അവരോട് വാദപ്രതിവാദം നടത്തി. അപ്പോൾ വിശ്വാസം മഹാന്മാരാവുന്ന സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം ശരിയായ വിശ്വാസമാവണം നമ്മളെ. ആ വിശ്വാസത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിത്തീർന്നാൽ അത് നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അടിസ്ഥാനപരമായി വിശ്വാസത്തിലുണ്ടാകുന്ന തകരാറിനെ സംബന്ധിച്ചാണ് സഹാബത്ത് പിന്നീട് കാലഘട്ടത്തിൽ വരുന്ന ചില വിശ്വാസ തകരാറുകളെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്. കുന്നാ നുഫദ്ദിലു ബഅ്ദനാ അലാ ബഅ്ദ് ഫനുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ വഉമർ അലാ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു മോശക്കാരനാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ വിശ്വസിക്കേണ്ടത് ഇവിടെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും അധികം ശ്രേഷ്ഠത ഉള്ളത് മഹാനാവുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു വിശ്വസിക്കണം.
സുമ്മ ഉസ്മാനും, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, സുമ്മ അലിയുൻ, പിന്നെയാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോ അല്ലെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളൊക്കെ മോശക്കാരെന്നല്ലല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ തന്നെ ആവണം എന്നാണ്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി ഒരുപാട് മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്. വലിയ പണ്ഡിതനെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഖദരിയാക്കൾക്ക് എതിരിലൊക്കെ ആദ്യമായി വാദപ്രതിവാദം നടത്തുകയും അതിനെതിരിൽ ശബ്ദിക്കുകയൊക്കെ ചെയ്താണ് മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അവരെന്തങ്ങനെ ശബ്ദിക്കാൻ കാരണം, വിശ്വാസം, നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാവണം. വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് അത് ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് പിന്നീടുള്ള തലമുറക്ക് സഹാബത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ വിശ്വാസം അല്ല, അതുമാത്രമല്ല നമ്മുടെ കർമ്മങ്ങളും തന്നെ അത് ശരിയായ രീതിയിലാവണം. ഇപ്പോൾ തറാവിയോ അതുപോലത്തെ മറ്റുള്ള ജുമുഅ ഖുതുബ അതിനോട് ഇതൊക്കെ നമ്മളെ കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾക്കും അതിന് അടിസ്ഥാനപരമായ ഒരു വഴി വിശുദ്ധമാവുന്നതായ ശരീഅത്തിലുണ്ട്. മഹാന്മാരാവുന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ ആചാരങ്ങളും അങ്ങനെ തന്നെ. ആചാരങ്ങൾ ശരീഅത്തിൽ, വിശുദ്ധ ദീനിൽ ചില ആചാരങ്ങളുണ്ട്. ആചാരങ്ങളൊക്കെ തള്ളപ്പെടേണ്ടെന്നല്ല, ചില ആചാരങ്ങളുണ്ട്, അംഗീകരിക്കപ്പെടേണ്ട ചില ആചാരങ്ങളുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മൾ വല്ല ചീരിനെ ഉണ്ടാക്കും. ഇത് അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബിയാത്താവുന്ന ബീവിമാരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവർ പള്ളിയിലേക്ക് ആ ചീരിനി കൊടുത്തേക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ തന്നെ കാണാം. അപ്പോൾ ആചാരങ്ങൾക്കും ചില അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ആ അടിസ്ഥാനം അനുസരിച്ചാവണം നമ്മുടെ ആചാരങ്ങളൊക്കെ. അപ്പം നിലക്ക് മനുഷ്യൻ്റെ വിശ്വാസം, അവൻ്റെ ആചാരം, അവൻ്റെ കർമ്മങ്ങൾ, ഇതൊക്കെ ശരിപ്പെടുത്താൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഭൗതികമായ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് എല്ലാ ശരീഅത്ത് എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസവും അതിന് പ്രോത്സാഹനം നൽകുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. നമ്മളിന്ന് പരിശോധിച്ച് നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായിക്കൊണ്ട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ നമുക്കറിയാം. അവിടെ എല്ലാ ശരീഅത്ത് എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസവും ഉണ്ടാവും. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതന്നെയാണ് എല്ലാ നിലക്കുള്ളതായ അറിവുകളും വിദ്യാഭ്യാസവും. പക്ഷേ അതിൽ നിന്ന് ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം നമുക്കുണ്ട്. അത് ശരീഅത്തിൻ്റെ വിശുദ്ധമാകുന്നതായ നിയമങ്ങൾക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം വിദ്യാഭ്യാസം എന്നുള്ളത്. അല്ല ഞാൻ പല അപകടങ്ങളുണ്ടാവുമെന്ന് നമ്മൾ കാണപ്പെടുന്ന പല അപകടങ്ങളുടെ കാരണവും അതാണ്. അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം, വാപ്പാന്മാരെ ബഹുമാനിക്കണം, പഠിപ്പിച്ചു തരുന്ന അധ്യാപകരെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, സ്നേഹത്തോടു കൂടി പ്രായമില്ലാത്ത കുട്ടികളോടും നമ്മളേക്കാൾ പ്രായം കുറഞ്ഞവരോടൊക്കെ നമ്മൾ നിൽക്കണം. ഇത് ശരീഅത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. ഈ സ്വഭാവത്തിൽ ഇവിടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം, പലരും പറയാറുണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർക്കുന്ന ആളുകളാണ് സമസ്ത കേരള ജമിയത്ത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർത്തില്ല, പ്രോത്സാഹനം നടത്തിയിട്ടുള്ളൂ. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു കർശനമായ ഒരു നിയമമുണ്ട്. സ്ത്രീകൾ അവർ പളുങ്ക് പാത്രം പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതായ വ്യക്തിത്വങ്ങളാണ് സ്ത്രീകളുടെ. ഒരു നിലക്കും ഒരു പൊട്ടലോ അല്ലെങ്കിൽ ഒരു ഉള്ളലോ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അവരുടെ ആ സുരക്ഷിതത്വം, അവർക്കുള്ളതായ ആ മാന്യത, ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ടാവണം നമ്മൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത്രയേ ഉള്ളൂ. സ്ത്രീൻ്റെ സുരക്ഷിതത്വം വേണ്ടേ? ആരെ പറഞ്ഞു സ്ത്രീക്ക് സുരക്ഷിതം വേണ്ടെന്നാരെയും പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീയുടെ മാന്യത സംരക്ഷിക്കപ്പെടണ്ടേ? അതുപോലെ സ്ത്രീകളോട് ബന്ധപ്പെട്ടതായ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടാത്തുള്ളത് പുരുഷന്മാരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അരിജാലു ഖവാമൂന അലൻ നിസാ എന്ന സ്ത്രീകളെ സർവ്വകാര്യങ്ങളും അത് പൂർണ്ണമായി ശ്രദ്ധിച്ച് അത് ചെയ്തു കൊടുക്കേണ്ട ആളുകളാണ് സ്ത്രീകളെന്ന്, ആ പുരുഷന്മാരെന്നാണ്. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമാവുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവരുടെ ആരോഗ്യത്തിന് ആവശ്യമാവുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കണം. സാമൂഹികമായി അവർക്ക് ആവശ്യമുള്ള സംഗതികൾ ചെയ്തു കൊടുക്കണം.
അവരെ ഒരു നിലക്കും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വമാണ് വിശുദ്ധ ശരീഅത്തിനുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചതായ ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തതും അതുതന്നെയാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വരവോടുകൂടി അതിനൊന്നുകൂടി ആണിട്ട് പറഞ്ഞു, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അവരെ സുരക്ഷിതത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അവരെ മാന്യതയ്ക്ക് എന്തെങ്കിലും നിലക്കുള്ള പോറലേൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അവരെ ആരോഗ്യത്തിന് എന്തെങ്കിലും നിലക്കുള്ള പോറലുകൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അവരെ സാമൂഹ്യമാവുന്ന ജീവിതത്തിൽ എന്തെങ്കിലും നിൽക്കുക അവരെ മാന്യതയ്ക്ക് തകരാറുണ്ടാവുന്ന എന്തെങ്കിലും സംഗതികളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. ആ നിലക്ക് പുരുഷന്മാർ സ്ത്രീകൾക്ക് ആവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ളതായ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. സഹാബിയാത്താവുന്ന ബീവിമാരിൽ പല പണ്ഡിതകളില്ലായിരുന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര അധികം ഭാര്യമാർ, എന്തിനാ ഭാര്യമാർ റസൂലുള്ള എന്തെങ്കിലും നിലക്കുള്ള ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയാണോ ഈ ഭാര്യമാരൊക്കെ വിവാഹം ചെയ്തത്? ഈ ഭാര്യമാരുടെ വയസ്സും റസൂലുള്ളാഹിൻ്റെ വയസ്സും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം നമുക്ക്. പക്ഷേ നബിയോട് ബന്ധപ്പെട്ട സ്ത്രീകളോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് ശരീഅത്തിന് പ്രത്യേകമാവുന്ന നിയമങ്ങളുണ്ട്. അത് പഠിക്കാൻ ഒരു സ്ത്രീനെ കൊണ്ട് മാത്രം സാധിക്കില്ല, അല്ലെങ്കിൽ 2 സ്ത്രീനെ കൊണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ 3 സ്ത്രീകളെ കൊണ്ട് ചെയ്യില്ല, 4 സ്ത്രീ, അത്രമാത്രം വിശാലമായ ഒരു മേഖലയാണ് സ്ത്രീകളോട് ബന്ധപ്പെട്ട പല നിയമങ്ങളും. പുരുഷന്മാർക്ക് ചിലതിൻ്റെ മേലിൽ അതിൻ്റെ മേലിൽ ഇത്രാഅ ചെയ്യാൻ കഴിയാത്തതായിരിക്കും. അതുകൊണ്ട് അതൊക്കെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിക്കണം. അപ്പോൾ സഹാബിയാത്താവുന്ന ബീവിമാരെ കൂട്ടത്തിൽ വലിയ പണ്ഡിതകളുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വലിയ പണ്ഡിതല്ലേ? ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വലിയ പണ്ഡിതല്ലേ? മഹാന്മാരാവുന്ന സഹാബത്ത് അവരോട് വന്ന് സംശയം ചോദിച്ചില്ലേ പല സംഗതികളെ പറ്റി? അപ്പോൾ പണ്ഡിതകൾ ഉണ്ടാവുന്നതിനെ എതിർക്കുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യമല്ല. അപ്പോൾ ഈ നിലക്ക് വിദ്യാഭ്യാസമാണെങ്കിലും അത് ശരീഅത്ത് അംഗീകരിക്കുന്ന ഏത് വിദ്യാഭ്യാസമാണെങ്കിലും അതാണ് ഇപ്പം നമ്മളെ രീതികളിലൊക്കെ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് നമ്മൾ പച്ചക്കൂടി കാട്ടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പഴയ കാലത്ത് അങ്ങനത്തെ ഒരു ആവശ്യം ജനങ്ങൾക്കില്ലായിരുന്നു. അത് ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്നവർ അങ്ങനെ പോവും, ശരീഅത്ത് പഠിക്കുന്നവർ അങ്ങനെ പോവും, അങ്ങനെയായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മളതിനെ പറ്റി വളരെ വിശാലമായി അത് ആലോചിച്ചു. ആ സംവിധാനത്തിൽപ്പെട്ടത് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അൽ ബിർറ് പോലത്തെ സംവിധാനങ്ങൾ, SNECൻ്റെ സംവിധാനങ്ങൾ, അതുപോലെ ഫളീല എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയതായ സ്ത്രീകൾക്കുള്ളതായ 2 ബിരുദങ്ങളാണ്. ഇതിനൊക്കെ നൂറുകണക്കിന് കോളേജുകളാണുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസത്തിനെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉയർച്ചയോ ഒന്നും എതിർക്കുന്നതായ ഒരു സംഘടനയല്ല, ഒരിക്കലും എതിർത്തിട്ടില്ല, ആർക്കും അത് തെളിയിക്കാനും സാധ്യമല്ല. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം, പ്രത്യേകമാവുന്ന അതിൻ്റെ നിബന്ധനകൾ പാലിച്ചു കൊണ്ടാവണം. ഇതൊക്കെ പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ, ഇതേ സമസ്ത പറഞ്ഞോളും. അപ്പോൾ ഏതായാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളതായ ഭൗതികവും പാരത്രികവുമാവും എല്ലാ നിലക്കുള്ള വിജയത്തിലേക്കും നമ്മളെ എത്തിക്കാൻ ആവശ്യമാവുന്ന ശരീഅത്തിൻ്റെ റൂട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് സമസ്ത കേരള ജമിയത്തുൽ. അപ്പോൾ ആ റൂട്ടിൽ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കണം, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഇപ്പം തങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ കമ്മീഷണർ ഇങ്ങനെ പറഞ്ഞു നോക്കെ, അത് എന്നതുപോലെ എനിക്കും ചില സംഗതികൾ പറയാനുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തുണ്ട്, പിന്നെ ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പം മൂപ്പര് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂർ പോയപ്പോൾ നമ്മളെ സമ്മേളനത്തിൻ്റെ ചുറ്റും താമസിക്കുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, ജഡ്ജികൾ, അതുപോലുള്ള വലിയ വലിയ പ്രൊഫസർമാരൊക്കെയാണ് അതിന് ചുറ്റും താമസിക്കുന്നത്. അപ്പം ഇയാളോട് ചോദിച്ചല്ലോ, എന്തോടോ അവിടെ സംസ്ഥാനം ഒരു സംഗതി ഉണ്ടല്ലോ, എന്താ അത്? അവരിവിടെ ഭയങ്കര ആളുകളൊക്കെ കൂടി, ഞങ്ങളൊക്കെ വിചാരിച്ചു രാത്രി നേരം വെളുപ്പോഴും ഉറങ്ങാൻ പറ്റൂല, പക്ഷെ ആ കറക്റ്റിന് അവർ നിർത്തി, അത്ര ആളുകളുണ്ടായിട്ട് പോലും നമ്മളാരും ഒരു ശല്യം ചെയ്തില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്ഥാപിക്കപ്പെട്ടോളം മുതൽ ഇന്നേ വരെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ചരിത്രം അതാണ്.
കേരളത്തിൽ പല സ്ഥലത്തും ചിലപ്പോൾ നിരോധാജ്ഞകളൊക്കെ ഉള്ള സമയത്തായിരിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എന്തെങ്കിലും പരിപാടികൾ അത് അത്ര വിപുലമൊന്നും ആക്കാൻ നടത്തണം, നിങ്ങൾ അത്ര വിപുലമാക്കാൻ നടത്തിക്കൊള്ളിന്ന് നിയമപാലകർ അതിൻ്റെ സംഘാടകരോട് പറയും. അപ്പോൾ ഇവിടുത്തെ നിയമപാലകരുടെ മുന്നിൽ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ, ഇവിടുത്തെ കോടതിയുടെ മുന്നിലൊക്കെ ഒരു വളരെ വിശുദ്ധമായ സംഘടനയാണ് ഈ സംഘടന എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ വിലയിരുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ 100ഓളം വർഷത്തെ അതിൻ്റെ പിന്നെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇവിടെ ഏതെങ്കിലും നിലക്കുള്ള മതവിദ്യാഭ്യാസം സമസ്ത കേരള ജമിയത്തുൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മത സൗഹാർദ്ദത്തിനെയാണ് സമസ്ത കേരള ജമിയത്തുൽ എന്നും ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെ, തങ്ങളുടെ കൂടെ ഒരു അമുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയലുണ്ട്, അയാളുടെ മകൻ, ഇപ്പം അയാൾ മരിച്ചുപോയി, അയാളുടെ മകൻ പറയലുണ്ട്, തങ്ങളൊരു ദിവസം പറഞ്ഞു, എടോ നമുക്ക് നാളെ വിരുന്നേര് വരാണ്ട് കുറച്ച് മത്സ്യം പിടിക്കണം. അപ്പം രാവിലെ വലെടുത്ത് തങ്ങളെ കൂടെ വന്നു എന്നാണ്. ഒരു കുറഞ്ഞൊരു കാലിൻ്റെ നെരിയണി വരെ വെള്ളമുള്ള ഒരു തോട്, ഒരു സ്ഥലം അവിടെ ആ കടപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇവനോട് വീയാൻ പറഞ്ഞു തങ്ങൾ. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇതിൽ മത്സ്യമൊന്നും ഇല്ലല്ലോ, നമുക്കിപ്പോൾ നോക്കിയാൽ കാണുന്നുണ്ടല്ലോ, ഇതിലൊന്നുമില്ല, എന്തിനപ്പം നമ്മൾ വല വീശണമെന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, എന്നോട് വീശാനല്ലേ ഞാൻ പറഞ്ഞത്, മത്സ്യം ഉണ്ടോ ഇല്ല ഇത് നോക്കണ്ട. അങ്ങനെ വീശി മത്സ്യം കിട്ടി. അപ്പോൾ അയാളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ രണ്ടാമത് അച്ഛനോട് പറഞ്ഞു, ഏതായാലും ഇപ്പോൾ നമുക്ക് മത്സ്യം കിട്ടിയല്ലോ, ഇനി ഒന്നുകൂടി ഒന്ന് വീത് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം ഈ അച്ഛൻ മൂപ്പരോട് ഈ മകനോട് പറഞ്ഞു, എടാ ഇനി വീതാൽ ചിലപ്പോൾ കിട്ടിക്കോളന്നില്ല. അത് തങ്ങൾ വീശാൻ പറഞ്ഞു, നമ്മൾ വീതു, അതിൽ മത്സ്യം കിട്ടി, അതുകൊണ്ട് ഞാനത് ഇനി വല വീശൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നുകൂടി വീശിയ അച്ഛന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഈ അച്ഛൻ വല ആ വെള്ളത്തിൽ കിട്ടും, പൊന്നിച്ചൊക്കുമ്പോൾ ഒന്നുമില്ല, ഇവനും ഇറങ്ങി നോക്കിയതിൽ മത്സ്യമൊന്നുമില്ല. അപ്പോൾ അത്രമാത്രം തങ്ങളെ കൂടെ, തങ്ങളെ സന്തത സഹചാരി എന്ന് പറയും പോലെ തങ്ങളെ കൂടെ മുസ്ലിം സുഹൃത്തുക്കളെ എന്നുണ്ടായിരുന്നത്. ഇതൊക്കെ മതസൗഹാർദ്ദം ഇവിടെ സൂക്ഷിക്കാത്ത ആളുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അപ്പോൾ മതസൗഹാർദ്ദത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം, അത് പല മതങ്ങളും ഇവിടെ ജീവിച്ചു കൊണ്ടിട്ട് അതിൽ നിന്നുള്ളതായ സൗരഭ്യം ആസ്വദിക്കലാണ്. ആ പല മതങ്ങൾക്കും ആ മതങ്ങൾക്ക് ആവശ്യമാവുന്നതായ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ആ സ്വാതന്ത്ര്യം ഓരോ മതങ്ങൾക്കും ആ മതത്തിൻ്റെ ആളുകൾക്കും ലഭിക്കപ്പെടണമെന്നാണ്. അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ എല്ലാ നിലക്കുള്ളതായ ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവിടെ സമുദായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, ആ ആശയാദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ ഇത് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുത്ത് അവരെ ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയപ്പെടുന്ന, നമ്മൾ സാധാരണ മനസ്സിലാക്കിയതുപോലുള്ള അത് മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന അംബിയാ ഔലിയാ, അത് ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബി ഉദാഹു മുഖ്തദി എന്ന് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ആ വിഭാഗം, അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം വതഅകീദു വതൻസീസു അലാ അന്ന തരീഖൽ മുസ്ലിമീൻ വൽ മസ്ഊദു അലൈഹി ബിൽ ഇസ്തിഖാമ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു പോകേണ്ട ആവശ്യമില്ല, അത് മുസ്ലിമീങ്ങൾക്കുള്ളതായ ആ റൂട്ടാണ്. ഹുവൽ മൻസൂഅത്ത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് അല്ലാഹു. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയാൻ കാരണം ഒന്നും കൂടി ആ പറഞ്ഞതിനെ ആവർത്തിക്കുക തന്നെയാണ്. വത്തൻസീസു രണ്ടാമത് സ്പഷ്ടമാക്കി പറയുകയുമാണ് അലാ അന്ന ത്വരീഖൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കുള്ള ആ റൂട്ട്. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം ലോകം അംഗീകരിച്ചു പോരുന്ന ആ നല്ല നൂറ്റാണ്ടുള്ളതായ ജനങ്ങൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും,
ആ ജനങ്ങൾ അംഗീകരിച്ചു പോകുന്നതായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ആ വിശ്വാസങ്ങൾ, ആ കർമ്മങ്ങൾ, ഇതൊക്കെയാണ്. ആ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഇതിന് പിന്നിൽ കൂടിക്കോ. അതെല്ലാം രക്ഷപ്പെടേണ്ട ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം ഏത് നിൽക്കും നീങ്ങാം. അപ്പോൾ നമുക്ക് നിങ്ങളോടൊക്കെ എല്ലാവരോടും പറയാനുള്ളതാണ്, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതൊരു വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. അത് ആരെയും ഏതെങ്കിലും നിൽക്ക് എതിർക്കുക, ആവശ്യമില്ലാതെ ആരെയും എതിർക്കില്ല. ആശയപരമായിട്ട് എതിർക്കും. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എതിർത്തിട്ടുണ്ട്. ഇവിടുത്തെ മുജാഹിദിനെ എതിർത്തിട്ടുണ്ട്. ഇവിടെ മറ്റു പല കള്ള തരീഖത്തുകളെ എതിർത്തിട്ടുണ്ട്. കള്ള ശൈഖന്മാരെ എതിർത്തിട്ടുണ്ട്. ഇതൊക്കെ ആശയപരമായിട്ട് ആര് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഒരു ശരിയായ റൂട്ടുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആ റൂട്ട്, അതിനെതിരിൽ ആര് ശബ്ദിച്ചാലും അവരെതിരിൽ നമ്മൾ ശബ്ദിക്കും. ഇത് മഹാന്മാരാവുന്ന സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു മാർഗ്ഗമാണത്. പിന്നെ ഈ മാർഗത്തിലല്ലാതെ നമ്മളെന്താ ചെയ്യുക? നമ്മളെങ്ങനെ പ്രവർത്തിക്കാം? അപ്പോൾ അതുകൊണ്ട് ഈ സംഘടനയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടത്, ബാംഗ്ലൂർ വെച്ചുകൊണ്ടിട്ട്. ഇനി അതിൻ്റെ 100ാം വാർഷികം ഈ വരുന്ന 2026 കാസർഗോഡിനടുത്ത കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ വിശാലമായി കൊണ്ട് സംവിധാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മൈതാനം. ആ മൈതാനിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ്. അതിനെ ഒരു ചരിത്ര സംഭവമാക്കണം. അത് ഇവിടെ സഹകരിച്ചതുപോലെ എല്ലാവരും ഈ കേരളത്തിലുള്ളവരും കർണാടകയിലുള്ളവരും കേരളത്തിലുള്ളവരൊക്കെ അതുമായി കൊണ്ടിട്ട് സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്താനുള്ളത്. മറ്റൊന്ന്, ഇവിടെ തുടങ്ങപ്പെടുന്നതായ ചില സംവിധാനങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ചിലതൊക്കെ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പിന്നെ ഭാഷാ പഠനത്തിന് വേണ്ടി പിന്നെ ഒരു ആസ്ഥാനം ഇവിടെ തുടങ്ങപ്പെടുന്നുണ്ട്. അതിൽ നമ്മൾക്കൊക്കെ അറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പങ്കുണ്ടെന്ന് തങ്ങൾ സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഇവിടങ്ങളൊക്കെ സംഘടിപ്പിച്ചതുപോലെ അതിലൊരു മോശമല്ലാത്ത ഒരു ഭീമമായ സംഖ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നൽകിയിട്ടുണ്ട്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയെന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡാണ്. വിദ്യാഭ്യാസ ബോർഡ് നൽകിയിട്ടുണ്ട്. അതും സമസ്തയുടെ ലക്ഷ്യം തന്നെയാണ്. ഇവിടെ ഈ ഇതിൻ്റെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം കൂടുമ്പോൾ അന്ന് എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പികളുടെ സഹായങ്ങളാണ് അന്ന് അവിടുന്ന് വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകരോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ പ്രത്യേകം ഉണർത്താനുള്ളത്, നമ്മൾ ഈ ഐക്യം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ പോരാ, ഈ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഐക്യമില്ല എന്ന് വന്നാൽ ഇത് നമ്മൾക്കുള്ളതായ ആ ഒരു നല്ല പേരുണ്ടല്ലോ, അതില്ലാതെയായി പോകും. അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കാറ്റ് പോയി പോകുന്നവരുണ്ട്. നിങ്ങൾ അനൈക്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാറ്റ് പോയി പോകും. അപ്പോൾ അനൈക്യം ഉണ്ടാക്കുന്നതായ ഒരു പണിയും ആരിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. മാത്രമല്ല, അനൈക്യം ഉണ്ടായി തീർന്ന നമ്മളുടെ ബർക്കത്തിന് ഉയർത്തപ്പെടും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസരത്തിൽ ജനങ്ങളോട്, സഹാബത്തിനോട് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കറിയാം, ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിലാണെന്ന് പിന്നീട് പറഞ്ഞു. അത് ഈ ഒറ്റയായ രാത്രികളിലാണെങ്കിൽ അത് ഏത് രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി പുറത്ത് വന്നപ്പോൾ അവിടെ സഹാബത്തിൽ നിന്നുള്ളതായ 2 ആളുകളോ അല്ലെങ്കിൽ 2 വിഭാഗക്കാരോ അവിടെ തർക്കം കൂടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദ്റിൻ്റെ ആ മുഅയ്യനത്താവുന്ന ലൈലത്ത് ഇന്ന രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നതേ. പക്ഷേ നിങ്ങൾ തർക്കിച്ചപ്പോൾ ആ പ്രഖ്യാപനം ഉയർത്തപ്പെട്ടു. ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു എന്നല്ല, അത് ഷിയാക്കളെ വാദമാണത്. ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് പിന്നെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, അത് നമ്മളെ വിശ്വാസമല്ല. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു എന്നല്ല. അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത്, ആ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിച്ചോ, അവസാനത്തെ 10 അതിനുള്ള ഒറ്റയായ രാത്രികളിൽ പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ചെയ്യുന്നു. ഒറ്റ രാത്രിയിൽ നിന്നുള്ള ഏത് രാത്രിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതിയല്ലോ.
പക്ഷേ പിന്നീട് എന്തായി, തർക്കം കണ്ടപ്പോൾ ആ ബർക്കത്തിന് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം പിന്നെ അതുകൊണ്ട് ഈ ഒറ്റയായ രാത്രി പ്രഖ്യാപിച്ചതുകൊണ്ട് വേറെ വല്ല ഗുണമുണ്ടോ എന്നുള്ളതല്ല, മനസ്സിലായില്ലേ? എല്ലാ രാത്രിയിലും ചിലപ്പോൾ ഇബാദത്തുകളോട് ധന്യമാക്കുക. അപ്പം നമ്മൾ ഹസനാത്തിൻ്റെ ആ റിക്കാർഡിൽ കുറേ ഇബാദത്തുകൾ എന്താക്കും, അത് റിക്കാർഡ് ചെയ്യപ്പെടും, അതെന്തോ ആവട്ടെ. അപ്പോൾ ഏതായാലും ഒരു നന്മ ഉയർത്തപ്പെടാൻ നമ്മളെ ജീവിതത്തിലുള്ള ബർക്കത്ത്, നമ്മളെ സംഘടനകളിലാണെങ്കിലും നമ്മളെ സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മളെ പ്രവർത്തനങ്ങളിലൊന്നും ആണെങ്കിലും അതിലൊന്നും ബർക്കത്ത് ഉണ്ടാവില്ല. ബർക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. പിന്നെ സംഗതി അടക്കമില്ല എന്നുള്ളത് അത് വേറെ കാര്യം. പിന്നെ എല്ലാം നമ്മൾ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം, അതും ഒരു സംഗതിയാണ്. നമ്മൾ ചെയ്യണ ഏത് സംഗതികളും അതിന് അടിസ്ഥാനപരമായി വേണ്ടത് ഭൗതികമായ ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ സംഘടന അവിടെ സ്ഥാപിച്ചു, മഹാന്മാരാവുന്ന അതിൻ്റെ നേതാക്കന്മാർ. എന്താണ് അവർ സ്ഥാപിക്കാൻ കാരണം? അവരെ ഈമാനിൽ നിന്നും ശക്തമായ നെയ്യത്തിൽ നിന്നും ഉത്ഭവിച്ചതാണത്. കാരണം വിശുദ്ധമാവുന്ന ദീനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടിതമാവുന്ന പ്രവർത്തനം ആവശ്യമാണ്. അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ മഹാന്മാരാവുന്ന അയിമത്ത് അവരുടെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനം മതിയായിരുന്നു അന്ന്. പക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് സംഘടിതമായ പ്രവർത്തനം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവരെന്തായി, സംഘടന സ്ഥാപിച്ചു. എന്തെങ്കിലും ഇവർക്ക് വല്ല താല്പര്യത്തിന് വേണ്ടിയാണോ? അവർക്ക് വല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല നേട്ടങ്ങൾക്ക് വേണ്ടി? അങ്ങനെയൊന്നുമില്ല. ഒരു ദീനീ സംഘടനയായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് അങ്ങനത്തെ ഭൗതികമായ നേട്ടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. നേട്ടങ്ങൾ വരാതിരിക്കും, അത് വേറെ കാര്യം. നമ്മൾ അതിനു വേണ്ടിയാവരുത് നമ്മളെ പ്രവർത്തനം. അപ്പം നമ്മളെ ഏത് പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനം അത് ഇഖ്ലാസിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം, ശരിയായ ഈമാനിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം, ശരിയായ നല്ല നെയ്യത്തിൽ നിന്ന് ശക്തമത്താവുന്ന. അപ്പം ശക്തമത്താവുന്ന നെയ്യത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ഈമാൻ അത് നമ്മളെ ഹൃദയത്തിൽ നമ്മളെന്താവണം, കുടിയിരുത്തണം. ആ ഈമാനിൻ്റെ ആ വളർച്ചയ്ക്ക് വിഘാതം ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മൾ ഇന്ന് ഉണ്ടാവാൻ പാടില്ല. അതാണ് വദറുൽ ഫവാഹിശ മാ ളഅറ മിൻഹാ വമാ ബതൻ. എല്ലാ നിലക്കുള്ള വൃത്തികേടുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം. എന്തെങ്കിലും നിലക്കുള്ളതായ അസൂയകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കിബിറോ, അല്ലെങ്കിൽ റുജുബോ, ഇന്നൽക്കുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഈമാൻ അവിടെ വളരൂല. ഈമാൻ വളർന്ന് വലുതാക്കണം. ഈമാൻ യസീദു വ യൻഖുസൂന മഹാന്മാരാവുന്ന മുഹഖിഖുകളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. അപ്പോൾ ഈമാൻ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വളരാൻ ആവശ്യമാവുന്ന സാഹചര്യം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം. ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തീർത്ത് ആ ഈമാനിൽ നിന്നാവണം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഭൗതികമാവുന്ന വല്ല താല്പര്യങ്ങൾക്ക് വേണ്ടിയാവരുത് നമ്മൾ ഓരോ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വളരെയധികം ഇഖ്ലാസോടു കൂടെ നല്ല നിയ്യത്തോടു കൂടി ചെയ്യണം. ഇതാണ് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്താനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തുടങ്ങപ്പെടുന്നതായ ഈ സംരംഭം, ആ സംരംഭം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിലാണ് ആ സ്ഥലവും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ, ആദർശങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഇന്നേ വരെ അതൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നീടും തുടർന്നു പോകണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണികളെയും മറ്റു നമുക്ക് കൂട്ടിപ്പിടിക്കേണ്ടതായ മറ്റുള്ളതായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനോട് എതിരല്ലാത്ത ആരുണ്ടോ അവരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളെന്താക്കണം, ഈ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഈ സമ്മേളനം ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.